നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറിയാണ്. നോർമൽ ചിക്കൻ കറിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ മസാല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 കിലോ ചിക്കൻ മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഇടത്തരം സവാള കട്ട് ചെയ്തത്, 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ. ഇതിന് വേണ്ട പൊടികൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് തൈര്. നമുക്ക് ആദ്യം ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ എണ്ണയൊന്നും ഒഴിക്കാതെ ഒരു നല്ല ചൂടുള്ള പാനിൽ ഒരു ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത്. ഇതാണ് നമ്മൾ മസാലയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മസാല റെഡിയാക്കാനായിട്ട് ഒരു മിക്സി ജാറിൽ നമുക്ക് ഈ മസാലയെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇതും തൈരും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുത്ത് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് നമ്മൾ ഈ കറി ചെയ്യുന്നത് കേട്ടോ. അതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മസാലയാണ് നമ്മുടെ ഈ കറിയുടെ പ്രത്യേകത. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാലയെല്ലാം ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. തൈര് ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ ഇത് നല്ല പൗഡറാക്കി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം തൈര് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ പൊടിച്ച ഈ മസാലയിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് തൈര് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തൈരിൻ്റെ അളവ് ഒരല്പം കൂടിയാലും ഒരു പ്രശ്നമില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരയ്ക്കുക എന്ന് പറയാറില്ലേ, അതുപോലെ ഒന്ന് അരയ്ക്കണം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചേർത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നല്ലതുപോലെ ഇതൊന്ന് അരച്ചു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ മസാല. ഇനി നമ്മൾ പൊടികളായിട്ടൊന്നും ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ മസാലയാണ് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റെപ്പ് ഈ മസാലയും ചിക്കനും ഒക്കെ കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ബൗളിലേക്ക് നമ്മളുടെ മസാല, തൈരും മസാലപ്പൊടികളും ചേർത്തിട്ടുള്ള അരച്ചിട്ടുള്ള ഈ മസാല നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് വെള്ളം മാതിരി കിടക്കുന്നുണ്ടാവും, നിങ്ങളത് കാര്യമാക്കണ്ട. കാര്യം ഇതൊരു കറി ആയതുകൊണ്ട് നമ്മളിത് അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമായിട്ട് തൈരാണത്. കുറച്ച് വെള്ളം മാതിരി കിടന്നാലും അത് കുഴപ്പമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ കറിയുടെ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും ഈ മസാല പിടിക്കുന്നത് പോലെ കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ മിക്സ് ചെയ്ത മസാല നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത് മൂടിയിട്ട് ഒരു മിനിമം ഒരു 1 hour വെക്കണം കേട്ടോ. ഇത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് മാരിനേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് നല്ലതുപോലെ വഴന്നു വരണം. അതിനു വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴട്ടുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഇത് വഴന്ന് കിട്ടും. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യത്തിന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടില്ല. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കണം.
ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച കുത്തു മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ച മണം പോകുന്നത് വരെ വഴറ്റണം. അപ്പോൾ അതിൻ്റെ കൂടി സവാളയും കൂടെ ചേർന്ന് വീണ്ടും വഴലുന്നതുകൊണ്ടാണ് ഫുൾ ഗോൾഡൻ ബ്രൗൺ ആക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പം ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ നോക്ക്, ഞാൻ പറഞ്ഞ കളറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ സവാളയ്ക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയോടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വരണം. ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുന്നതാണിപ്പോൾ. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളവും ആ എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ വഴറ്റിയ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തൈരും മസാലയൊന്നും ഒട്ടും കളയാൻ പാടില്ല. അതെല്ലാം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും വഴറ്റിയതും ഈ ചിക്കനും മസാലയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് എല്ലാ സൈഡിലേക്കും ആവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് ഒരു തവണ നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2-3 തവണയെങ്കിലും പിന്നെയും കണ്ടിന്യൂസ്ലി നമുക്ക് ഈ കറി തന്നെ ചെയ്ത് നോക്കാൻ തോന്നും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. എല്ലാ സൈഡിലേക്കും മസാലയും ചിക്കനും ഈ വഴറ്റിയ എല്ലാ സാധനങ്ങളും കൂടെ ഒന്ന് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഓരോ തവണയും ഇടുന്നത് കുറച്ച് ഉപ്പാണ്. അതുകൊണ്ടാണ് 2-3 തവണ നിങ്ങൾക്ക് ഞാൻ ഉപ്പിടുന്നത് പോലെ ഇടുന്നത് കണ്ടിട്ടുള്ളത്. ഇത് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പ്. ഇപ്പോഴും ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മസാലയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളവും അതേപോലെ തൈരിൽ നിന്നുള്ള വെള്ളമൊക്കെ കൂടെ ഇറങ്ങിയിട്ട് ആവശ്യത്തിന് മസാല വെള്ളം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം ഞാനിത് കറിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളമാണ് ഈ കറിയിലേക്ക് ഉപയോഗിക്കേണ്ടത്. പച്ചവെള്ളം ഇതിൽ ഒഴിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളവും മസാലയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പുരണ്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് ഒരു നല്ല മണം ചിക്കൻ കറിയിൽ നിന്ന് വരുന്നുണ്ട്. വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൂടി വെക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണ് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നേരം നിങ്ങൾക്ക് തുറന്നു വെച്ച് വേവിച്ചാൽ മതിയാവും. ഇതിപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ചിക്കനും ഒന്ന് വെന്തിട്ടുണ്ട്. അതിൻ്റെ മണം ശരിക്കും അറിയാനുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു. ഒരുപാട് പ്രോസസ്സൊന്നുമില്ല ഇതിൽ. മസാല എല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അത് തൈരിൻ്റെ കൂടെ ഒന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് ചിക്കനിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും നല്ലപോലെ വഴറ്റിയിട്ട് ഇതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് തിളച്ച വെള്ളവും ചേർത്ത് വേവിച്ചെടുത്താൽ മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഈ കറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക.
അതിനുശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് നല്ല നല്ല റെസിപ്പീസ് ഞാൻ വീണ്ടും പറഞ്ഞു തരാം. അതേപോലെ ഇത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.